ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സെക്കൻഡ് ഡിവോഴ്സ് ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണിത്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. എൻ്റെ ഡിവോഴ്സ് ആനിവേഴ്സറി ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്ത്, ഞാൻ തന്നെ കേക്ക് മുറിച്ച്, ഞാൻ തന്നെ വിഷ് ചെയ്യുകയാണ്. ഹാപ്പി ഡിവോഴ്സ് ആനിവേഴ്സറി ഡിയേഴ്സ്. അങ്ങനെ ഡിവോഴ്സ് ആനിവേഴ്സറി സെലിബ്രേഷൻ കടലിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ. ഈ ഡിവോഴ്സ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ സ്ഥലം കൊല്ലം ശാമ്പ്രാണിക്കൊടി ഐലൻഡ് ആയിരുന്നു. അവിടെ കായലും കടലും സന്ധിക്കുന്ന സ്ഥലത്ത് ഒരു കേക്ക് മുറിക്കണം എന്ന ഒരു കാൽക്കുലേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് കാർത്തികയും കൂടി ശാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കുവാൻ യാത്രയായി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷങ്ങൾ കഴിഞ്ഞു. അതിൽ കുറച്ച് നാൾ ജീവിച്ചു. എന്നിട്ട് 12 വർഷങ്ങളാണ് ഒരു വീട്ടിൽ 2 മുറിയിലിട്ട് നമ്മൾ ഹോമിച്ച് കളഞ്ഞത്. നമുക്കിടയിൽ സ്നേഹമില്ല, പ്രണയമില്ല, ശത്രുതയില്ല, വൈരാഗ്യമില്ല. എന്തോ 2 വ്യക്തികൾ ഒരു വീട്ടിൽ കഴിഞ്ഞു, അത്ര തന്നെ. ഇപ്പം 3 വർഷത്തിലേറെയായി ഒരേ നാട്ടിൽ കട്ട നൈബേഴ്സായിട്ട് 2 വീട്ടിൽ താമസിക്കുന്നു. നമ്മൾ പരസ്പരം കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ കൊല്ലത്തൊരു കേക്ക് ലോഞ്ചിൽ നിന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ള കേക്കും മേടിച്ചുകൊണ്ട് നമ്മൾ ശാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് യാത്രയായി. ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചിരുന്നത് അയാളുടെ കൊച്ചപ്പന്മാരും കുഞ്ഞമ്മമാരും അവരുടെ മക്കളുമാണ്. ഇയാൾക്ക് അവിടെ ഒരു റോളും ഇല്ല. സ്വന്തം ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ പോലും ഈ ബന്ധുക്കളുടെ അനുവാദം വേണമായിരുന്നു. അത്രയ്ക്കൊരു മരപ്പാവയായിരുന്നു. ഞാൻ ഇയാളെ കളിയാക്കിയതൊന്നുമല്ല. ഇയാൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഒരു വ്യക്തിയെ ഭയപ്പെട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. അത് ഞാൻ ചുവടെ പറയുന്നതാണ്, വിശദമാക്കുന്നതാണ്. വെയിറ്റ്. പണ്ട് ഈ പുള്ളിക്കാരൻ്റെ അച്ഛൻ സ്വന്തം ഭാര്യയെയും 2 കുഞ്ഞ് ആൺമക്കളെയും ഉപേക്ഷിച്ച് അവർ താമസിച്ചിരുന്ന സ്വന്തം വീടും തീ വെച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. അങ്ങനെ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ആ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ നീണ്ട 12 വർഷ കാലയളവിൽ ആ അമ്മ 2 കൊച്ചു ആൺമക്കളെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ബന്ധുക്കളുടെ നിയന്ത്രണത്തിലും സംരക്ഷണയിലും ആയിരിക്കാം ഇവർ വളർന്നു വന്നിട്ടുള്ളത്. ആയിക്കോട്ടെ, അന്ന് കഴിച്ച ഉപ്പും ചോറിൻ്റെ നന്ദി കാണിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാണിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഭാര്യയ്ക്കും അവിടെ ഒരു അല്പം പരിഗണന, ഭാര്യ എന്നുള്ള സ്ഥാനവും കൊടുക്കണമായിരുന്നു. ശാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകാൻ 3 ടെർമിനലുകൾ തരംതിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് ടെർമിനലിലാണ് നമ്മൾ ആദ്യം എത്തിച്ചേർന്നത്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ കാണാൻ ഭംഗിയുള്ള ഒരു തീരവും അവിടെ സജ്ജമാക്കിയിരിക്കുന്ന കുട്ടികളുടെ പാർക്കും ഐ ലവ് ശാമ്പ്രാണിക്കൊടി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു എംബ്ലവും ഒക്കെ ഉള്ളത് സെക്കൻഡ് ടെർമിനലിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് യാത്രയായി. ഫസ്റ്റ് ടെർമിനൽ എത്തുന്നതിന് മുന്നെയാണ് സെക്കൻഡ് ടെർമിനലിലേക്ക് തിരിയേണ്ട റോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടെർമിനലിലേക്ക് പോകാനുള്ള വഴി ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് എന്ന ബോർഡ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്താണെന്ന് ഞങ്ങൾ 2 പേരും അറിഞ്ഞിട്ടില്ല. ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ജീവിച്ചു. അതിൽ മക്കളെ നോക്കാനും വീട് കാക്കാനും അയാളുടെ കാര്യങ്ങൾ നോക്കാനും ഉള്ളൊരു കാവൽ നായയായിട്ട് മാത്രമേ എന്നെ കണക്കൂട്ടിയിട്ടുള്ളൂ. ഒരമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും കൊടുക്കേണ്ട സ്നേഹം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കും കൊടുക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. എപ്പോഴും ഈ ബന്ധുക്കൾക്ക് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. അവരെ സ്നേഹിക്കേണ്ട, പരിഗണിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആവാം. പക്ഷെ അതോടൊപ്പം ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു ഭാര്യ എന്ന പരിഗണനയും ഒരല്പം കെയറും ഒരല്പം സാന്ത്വനവും ഒരല്പം സ്നേഹവും കൊടുത്താൽ ഒരിക്കലും ഒരു പെണ്ണ് അവളുടെ പുരുഷനെ, അവളുടെ ഭർത്താവിനെ വിട്ടേച്ച് പോവത്തില്ല. ഞാനും വിട്ടുപോവില്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ പ്രാക്കുളം മണലിൽ എത്തിയിരിക്കുകയാണ്.
മണലിൽ എന്ന സ്ഥലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വന്തം പേരിലുള്ള വസ്തുവിൽ അദ്ദേഹം നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് നമ്മുടെ ശാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകാനുള്ള സെക്കൻഡ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇവിടെ നല്ല മണൽ പരപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മണലി എന്ന നാമകരണം കിട്ടിയത്. ഇവിടെ വർണ്ണാഭമായ കാഴ്ചകളും ഒരു അടിപൊളി വിശ്രമ സ്ഥലവും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കും അതുപോലെ ഒരു നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയയും ഈ സെക്കൻഡ് ടെർമിനൽ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രകൃതി ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാൻ പറ്റിയ കായലും കടലും കണ്ടൽ കാടുകളും നീലിമയാർന്ന ആകാശവും മാത്രമല്ല, വർണ്ണവിസ്മയം തീർത്ത സൂര്യാസ്തമയം കാണാനും ജനങ്ങൾ ഇവിടേക്ക് വരാറുണ്ട്. എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന ഒരല്പനേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ കാറ്റിൽ പറന്നു പോകും. അതെ, സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സന്തോഷമായിട്ട് ഉള്ള ലൈഫ് അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാണായാലും പെണ്ണായാലും മറ്റാർക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കി സങ്കടപ്പെട്ടിട്ട് കഴിയേണ്ട ഒരു ആവശ്യമില്ല. ജോലി ചെയ്യുക, അവനവൻ്റെ ചെലവിൽ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ ഒരാൾക്ക് 150 രൂപ റേറ്റിൽ 2 ടിക്കറ്റ് എനിക്കും കാർത്തികയ്ക്കും എടുത്ത് ഞങ്ങൾ യാത്രയായി. ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിൻ്റെ കീഴിൽ ഒത്തിരി സാധാരണ ജനങ്ങൾ അവരുടെ ജീവിത മാർഗം കണ്ടെത്തി ജീവിക്കുന്നുണ്ട്. അങ്ങനെ പ്രാക്കുളം മണലി സെക്കൻഡ് ടെർമിനലിൽ നിന്നും സാമ്പ്രാണിക്കൊടി ഐലൻഡ് വഴി കടലിൽ സെക്കൻഡ് ഡിവോഴ്സ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുവാൻ ഞങ്ങളിതാ ബോട്ടിൽ കയറി പോവുകയാണ്. ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനും കാർത്തികയും മാത്രമല്ല, കുഞ്ഞു മക്കളടങ്ങിയ മറ്റൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം ബോട്ടിൽ യാത്ര ചെയ്യാൻ. ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് സാമ്പ്രാണിക്കൊടി ഐലൻഡിലെത്തി. നമ്മൾ പോകുന്ന ഓരോ ബോട്ടിലും ഡ്രൈവറുടെ പേരും മൊബൈൽ നമ്പരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൊബൈലിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്പർ നോട്ട് ചെയ്യുകയോ ചെയ്യണം. കാരണം സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ 1 മണിക്കൂർ മാത്രമേ നമുക്ക് ചിലവഴിക്കാൻ കഴിയൂ. ഈ പോകുന്ന ബോട്ടിൽ തന്നെ തിരിച്ചു പോരണം. നമ്മളെ കൊണ്ടാക്കിയിട്ട് ആ ബോട്ട് തിരിച്ചു വരും. നെക്സ്റ്റ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകും. അവർക്കും ആ നമ്പർ കൊടുത്തിരിക്കും. അങ്ങനെ റോൾ ചെയ്താണ് പോണത്. അവരുടെ ജീവിത മാർഗമല്ലേ, അവിടെ വെയിറ്റ് ചെയ്യില്ല, നമ്മൾ വിളിക്കണം. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയാകുന്ന ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ നിങ്ങളും ഒരിക്കലെങ്കിലും പോയി കാണണം കേട്ടോ. അത്രയ്ക്ക് നല്ല വൈബാണ്, അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു വ്യൂ തന്നെയാണ്, ഒരു അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മളിതാ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വെള്ളത്തിലൂടെ നടന്നു വരുമ്പോൾ അവിടെ കുറേ വള്ളങ്ങൾ കിടക്കുന്നത് കാണാം. കണ്ടൽ കാടുകൾ കാണാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ വള്ളത്തിൽ കയറി പോകാവുന്നതാണ്. 200 രൂപ കൊടുത്താൽ അരമണിക്കൂർ യാത്ര ചെയ്യാം. അങ്ങനെ ഈ ചേട്ടൻ്റെ വള്ളത്തിൽ കണ്ടൽ കാടുകൾ കാണുന്നതിന് പുറമെ കടലും കായലും സന്ധിക്കുന്നിടത്ത് സെക്കൻഡ് ഡിവോഴ്സ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളിതാ പോവുകയാണ്. സാധാരണ എല്ലാവരും ആഘോഷിക്കുന്നത് ബർത്ത്ഡേ സെലിബ്രേഷനും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനും ഒക്കെയാണല്ലേ. ഇങ്ങനൊരു ഡേ ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം ജീവിതം അനുഭവിച്ചത് ഞാനാണ്, മറ്റാരുമല്ല, കാണികളായ മറ്റാരുമല്ല. ഒരു വീട്ടിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ അറിയാവൂ അവിടെ എന്താണ് വിഷയമെന്ന്. ബന്ധുക്കൾക്ക് മാത്രം സ്ഥാനം കൊടുത്തിരുന്ന അയാളുടെ മനസ്സിലേക്ക് ഒരു നേരിയ കണിക പോലും എനിക്ക് സ്ഥാനം പിടിച്ചു പറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ജീവിച്ചപ്പോഴൊക്കെ, കഴിഞ്ഞ 18 വർഷവും ജീവിച്ചപ്പോഴൊക്കെ
ഞാൻ അയാളെ ഉപേക്ഷിക്കണം എന്ന് മനസ്സുകൊണ്ട് പല പ്രാവശ്യം തീരുമാനിച്ചതാണ്. അതിന് 2 പ്രാവശ്യം മ്യൂച്വൽ ഡിവോഴ്സ് കൊടുത്തായിരുന്നു. അത് ഫെയിലായിപ്പോയി. ഇത് 3ാമത്തെ ഡിവോഴ്സാണ് സക്സസ് ആയത്. അതും ഒരു നഷ്ടപരിഹാരവും ഞാൻ ചോദിക്കില്ലെങ്കിൽ മാത്രം ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് എനിക്കിട്ട 30 പവൻ്റെ ഉരുപ്പടിയും ഞാൻ വേണ്ട എന്ന് വെച്ച്, കൂടെ ജീവിച്ചതിന് ഒരു ജീവനാംശവും വേണ്ട എന്ന് വെച്ച് ഞാൻ മോചനം നേടിയവളാണ്. എനിക്ക് അയാളിൽ നിന്നുള്ള മോചനം മാത്രം മതിയായിരുന്നു. പക്ഷേ 2 പ്രാവശ്യവും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല. വീട്ടുകാരെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 17 വർഷത്തോളമായി. എൻ്റെ അമ്മ വീണ്ടും അയാളിലേക്ക് എന്നെ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്തത്. അമ്മയുടെ കണ്ണീരിൽ ഞാൻ വീണുപോയി. അയാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. പല അനുഭവങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് അമ്മ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾ പറയണത് മാത്രമേ എൻ്റെ അമ്മ കേൾക്കൂ. അങ്ങനെ വീണ്ടും അയാളിലേക്ക് എന്നെ തളച്ചിട്ടു. ഒരിക്കലും എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. എന്തും വരട്ടെ എന്ന തൻ്റെ ഇടത്തിൽ. പക്ഷേ അതിൽ 3ാമത്തെ ഡിവോഴ്സ് സക്സസ് ആയി. എനിക്ക് അയാളിൽ നിന്ന് മോചനം കിട്ടി. നമ്മളിപ്പോൾ രണ്ടും അടുത്തടുത്ത വീടുകളിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ വള്ളത്തിലെ ആ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തെത്തി. വള്ളത്തിലുണ്ടായിരുന്നൊരു സ്റ്റൂളൊക്കെ എടുത്ത് വെച്ച് കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട് കേക്ക്? കൊള്ളാവോ? ഡിവോഴ്സ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ 3 പേരെ ഉള്ളായിരുന്നു. വള്ളത്തിലെ ആ ചേട്ടനും ഞാനും കാർത്തിയും മാത്രം. ഹാപ്പി സെക്കൻഡ് ഡിവോഴ്സ് ആനിവേഴ്സറി മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് രാജി ആൻഡ് വക്കീലേ. ഒരിക്കലും ബന്ധുക്കളുടെ ചതിയെയും കപടസ്നേഹത്തെയും തിരിച്ചറിയാൻ ശ്രമിക്കില്ല എന്ന വാശിയോടെ സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലേ, എന്നെങ്കിലും ഒരിക്കൽ സ്വന്തമായി ചിന്തിച്ച് സത്യം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടെ നിനക്കും നേരുന്നു ഹാപ്പി ഡിവോഴ്സ് ആനിവേഴ്സറി ഡേ. വക്കീലേ, പാഷാണത്തിലെ കൃമികളായ നിൻ്റെ ബന്ധുക്കളുണ്ടല്ലോ, അവർ നിൻ്റെ ജീവിതം ഇനിയും നശിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. അവർ പറയുന്നത് എന്തും നീ അനുസരിക്കും എന്നുള്ള അഹങ്കാരം അവർക്കുണ്ട്. വക്കീലേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ 21 വർഷങ്ങൾക്കിടയിൽ ഒരിക്കലെങ്കിലും നീ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? ബന്ധുക്കളെ പേടിക്കാതെ ഒരല്പമെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, ഒരു ഭാര്യ എന്നുള്ള പരിഗണന തന്നിരുന്നുവെങ്കിൽ, ഒരല്പം മനസ്സ് തന്നിരുന്നുവെങ്കിൽ, എൻ്റെ വാക്കുകൾക്ക് ഒരല്പം പരിഗണന തന്നിരുന്നുവെങ്കിൽ, എന്ത് സംഭവിച്ചാലും നിന്നെ വിട്ടേച്ച് ഞാൻ പോവില്ലായിരുന്നു വക്കീലേ. നിൻ്റെ ചേട്ടൻ്റെ പെണ്ണ് എന്നെക്കാളും നിൻ്റെ അടുത്ത് അധികാരം എടുക്കുമ്പോഴും ഞാനെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വക്കീലേ നിന്നെ. ഈ ഫോട്ടോയെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതൊരു ഭാര്യയെ ആഗ്രഹിക്കും പോലെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നൊരു സെൽഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോ. എൻ്റെ 21 വർഷങ്ങൾക്കിടയിൽ ഈ ഒരു ഫോട്ടോയാണ് എനിക്ക് നിധിയായിട്ട് കിട്ടിയത്, ആദ്യമായിട്ടും അവസാനമായിട്ടും. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്നതിൽ ചിരി അധിക നേരമൊന്നും ഉണ്ടായില്ല. അതിനിടയ്ക്ക് ബന്ധുക്കൾ അത് തകർത്തു. അങ്ങനെ നമ്മുടെ ഡിവോഴ്സ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അതേ വള്ളത്തിൽ തിരിച്ച് സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് ഇവിടെ കുറച്ച് പേർക്ക് കൊടുത്തിട്ട് നമ്മൾ ബോട്ടിൽ വന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർ കൂടി ബാക്കി കരുതി വെച്ചു. ഈ ഐലൻഡിൻ്റെ സഹായത്തോടെ, ഇവിടെ വരുന്ന ജനങ്ങളുടെ സഹായത്തോടെ ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്. ഇതേ നോക്കിയേ, ഈ പാവ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഒരേ കണക്കിന് വെള്ളത്തിലിരുന്നാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ നിങ്ങളുടെ കയ്യിൽ പണം കൊടുത്ത് സഹായിക്കണമെന്നല്ല, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് അവർക്കൊരു സഹായം ചെയ്യുക.
ഇവിടെ നമുക്ക് ഒരുപാട് നല്ല മരങ്ങൾ കാണാൻ കഴിയും. അവയുടെ ചില്ലകളിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതേ നോക്കിയേ, ഒരു കുഞ്ഞ് നീന്തി തുടിക്കണുണ്ടോ? ഇവിടെ വരുന്നവരാരും ഇതുപോലെ മരത്തിൽ കയറി വീഡിയോസും ഫോട്ടോസും എടുക്കാതെ പോകത്തേ ഇല്ല. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വൈബാണ് കേട്ടോ ഈ മരങ്ങൾ. ഞാൻ വന്ന സമയത്ത് എല്ലാ മരത്തിലും ബുക്കിംഗ് ആയിരുന്നു. ഒടുവിൽ ആ ഒരു മരത്തിൽ 2 പയ്യന്മാരിരിക്കണം. അവരെ ബോട്ടിലിറക്കിയതിന് ശേഷം ഞാൻ മരത്തിൽ കയറി. പണ്ട് ഒരു മുറിയിലിട്ട് ഹോമിച്ച് കളഞ്ഞ എൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കുഞ്ഞു കുട്ടികളെ പോലെ, കുഞ്ഞു മനസ്സുപോലെ, ഒരു ബട്ടർഫ്ലൈയെ പോലെ ഇന്ന് ഞാൻ സന്തോഷിച്ച് ജീവിക്കുന്നു. ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ജീവിക്കുന്നു. അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ആർക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ കളയാൻ തയ്യാറല്ല. എല്ലാവരുടെ മനസ്സിലും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകൾ, വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന സ്ത്രീകൾ എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ച് ആരുടെടുത്തും പറയാതെ വീർപ്പ് മുട്ടി കഴിയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ഞാനെന്ന് പറഞ്ഞോട്ടെ, ആർക്ക് വേണ്ടിയാ? നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളൊന്നും ആർക്ക് വേണ്ടിയും കളയാൻ നിൽക്കണ്ട. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. ഇന്ന് ജനിച്ച് നാളെ തീരാവുന്ന അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു അസുഖം വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ആ നിമിഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. വയനാട് ദുരന്തം തന്നെ അതിനൊരു മാതൃകയായിട്ട് എടുത്തൂടെ? ഉറ്റവരും ഉടയവരും മാത്രമല്ല, ഒരു ആയുസ്സിൻ്റെ അധ്വാനം മുഴുവൻ വെള്ളത്തിലൊലിച്ചു പോയില്ലേ? അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. ഒരു നീർക്കുമിളയുടെ ആയുസ് മാത്രമുള്ള നമ്മളൊക്കെ എന്തിനാ പടവെട്ടി പൊരുതുന്നത്? എന്തിനാ മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും പകയും വയ്ക്കുന്നത്? വക്കീലേ, എനിക്കും നിന്നോട് യാതൊരു വെറുപ്പും വിദ്വേഷവും പകയും ഒന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും എന്നും. അങ്ങനെ നമ്മൾ പോയ ഹംസ ഹാജിക്കയുടെ ബോട്ടിൽ തന്നെ തിരിച്ച് എല്ലാവരും ഒത്തുകൂടി യാത്രയായി. ഇതേ കുഞ്ഞുങ്ങൾക്ക് കേക്ക് കൊടുക്കുമ്പോൾ എന്ത് സന്തോഷമല്ലേ? അങ്ങനെ ബോട്ടിൽ എല്ലാവർക്കും കേക്ക് കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് അക്കരെ കടവിലേക്ക് യാത്രയായി. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബോട്ട് ഡ്രൈവർ ചേട്ടനാണ്. ഇദ്ദേഹം ശാമ്പ്രാണിക്കൊടി ഐലൻഡിനെ പറ്റി അതിസുന്ദരമായൊരു കവിത നമ്മളോട് ചൊല്ലിത്തന്നു. അത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നു. കേട്ട് നോക്കാം. എൻ്റെ പേര് ജെർമിയാസ് ആൻ്റണി എന്നാണ്. ഞാൻ ഇവിടുത്തെ ശാമ്പ്രാണിക്കൊടിയിൽ ബോട്ട് ഓടിയുന്നൊരു സ്റ്റാഫാണ്. പകലോനണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ, മോഹന ഭംഗികൾ മുട്ടിട്ടു നിൽക്കുന്ന സാമ്പ്രാണിക്കോടിയിൽ വന്നിറങ്ങി. പകലോനണയുന്ന നേരത്ത് അകലെ പടിഞ്ഞാറ് ചക്രവാളങ്ങൾ അസ്തമനാദ്യം പ്രഭതൂകുമ്പോൾ ആർത്തിരമ്പുന്ന കടലെന്ന കാമുകി കായലെന്ന കാമുകനെ പുണരാം. ആർത്തിരമ്പുന്ന കടലെന്ന കാമുകി കായലെന്ന കാമുകനെ പുണരാം. എത്ര മനോഹരം. പകലോനണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ, മോഹന ഭംഗികൾ മുട്ടിട്ടു നിൽക്കുന്ന സാമ്പ്രാണിക്കോടിയിൽ വന്നിറങ്ങി. പകലോനണയുന്ന നേരത്ത്. താങ്ക് യു.
പാരൻസിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ മക്കൾ ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവരെ കല്യാണം കഴിച്ച് അയക്കുവാൻ തിടുക്കം കൂട്ടുന്നതിന് മുന്നേ അവർക്കൊരു ജോലി സമ്പാദിക്കാനായിട്ട് നിങ്ങൾ കൂടി സപ്പോർട്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു പോരെ കുടുംബമൊക്കെ, ഐ മീൻ മാരേജ്. കല്യാണം കഴിഞ്ഞ ശേഷവും അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ അതിലെന്താണ് സത്യാവസ്ഥ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ കൊല്ലാനും ചാവാനും വിട്ടുകൊടുക്കാതെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. അല്ലാതെ പഴയ രീതിയിൽ ചിന്തിക്കുന്ന പാരൻസ് ആവരുത്. അങ്ങനെ വന്നാൽ പല സ്ത്രീകൾക്കും എന്നെപ്പോലെ തൻ്റെ ഇടത്തോടെ തന്നിഷ്ടത്തോടെ അഹങ്കാരത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ സാധിച്ചില്ലെന്ന് വരും. അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിയാൽ പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം? അവരെ വഴിക്ക് വിടുക. അവർ ജോലി ചെയ്ത് ജീവിക്കുമല്ലോ. അവരും നിങ്ങളെപ്പോലൊരു ഇന്ത്യൻ പൗരനാണ്, മറക്കരുത്. അങ്ങനെ നമ്മൾ പ്രാക്കുളം മണലി സെക്കൻഡ് ടെർമിനലിൽ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങൾ പോലും ഞാൻ കളയാറില്ല. ആർക്ക് വേണ്ടിയും ആരെന്ത് വിചാരിക്കുന്നു എന്നത് എനിക്ക് വിഷയമല്ല. ഞാൻ ഊഞ്ഞാലാടി കുറച്ചു നേരം. യാത്രയിൽ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഈ വീഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായതിനാലാണ് ഇത് പറയുന്നത്. ആദ്യം തന്നെ ഈ കുഞ്ഞു മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം എന്താണെന്നല്ലേ, ആരും ആശ്രയമില്ലാത്ത തൻ്റെ കുടുംബത്തെ തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയൊരു വരുമാനമെങ്കിലും വീട്ടിലെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ഈ മോൻ്റെ വാപ്പ ഒരു കെട്ടിടപ്പണിക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് നട്ടലിന് പൊട്ടലുണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്തു. കുറച്ച് നാൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും സ്ട്രോക്കും അങ്ങനെ പല ചികിത്സയായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കവേ കുടുംബം ആകെ ദുരിതത്തിലായി. കുടുംബത്തിൻ്റെ ഏക അത്താണിയായ ആ കുഞ്ഞിൻ്റെ വാപ്പാക്ക് സുഖമില്ലാതായപ്പോൾ കുടുംബമാകെ വഴിമുട്ടിയ അവസ്ഥയിലായി. അങ്ങനെ വർണ്ണ മത്സ്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ അവധി ദിവസങ്ങളിലൊക്കെ ഈ മോൻ ഇവിടെ വരാറുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ശാമ്പ്രാണിക്കൊടിയിൽ വരികയാണെങ്കിൽ, നമ്മുടെ പ്രാക്കുളം മണലി സെക്കൻഡ് ടെർമിനലിലാണ്, അവിടെ വരികയാണെങ്കിൽ ഈ കുഞ്ഞിന് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റാണ്. ഒന്നുമല്ലെങ്കിൽ അതിൽ നിന്ന് 2 വർണ്ണ മത്സ്യങ്ങളെങ്കിലും വാങ്ങിക്കണം. അതിലുള്ള വരുമാനമെങ്കിലും കിട്ടുമല്ലോ. പ്രാക്കുളം മണലിൽ ശ്രീനാരായണ ഗുരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ശാമ്പ്രാണികൊടി ഐലൻഡുമായി ബന്ധപ്പെട്ടും ദേവി പ്രസാദ് സാറിൻ്റെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാവുന്നതാണ്. കായലിൻ്റെ ഈ സൗന്ദര്യവും ഇതുമെല്ലാം സത്യത്തിൽ ആദ്യം ഇത് വിഷ്വലൈസ് ചെയ്ത് കണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ ഇവിടെ വന്ന് പ്രാക്കുളത്ത് ഒരുപാട് ദിവസങ്ങളിൽ താമസിക്കും. ഇങ്ങനെ താമസിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം ഈ ഇവിടെ നല്ല മണൽപ്പരപ്പായി, അതേ മണൽ പ്രദേശത്ത് വന്നിട്ട് ഇതിന് മണലിൽ എന്നാണ് അറിയുക. ഗുരുദേവൻ്റെ ആ വിഷ്വലൈസേഷൻ ഇന്ന് ലോകം അറിയുന്നപ്പോഴത്തേക്ക് പിന്നെ ചാമ്പ്രാണിക്കോടി ടൂറിസം എന്ന് പറയുന്നത് ലോകം അറിയുന്നതായി മാറിയിട്ടുണ്ട്. വേറെ കാര്യമുണ്ട്, ഈ പ്രദേശത്ത് ഇത്രയും വിശാലമായ സൗകര്യങ്ങൾ, വേറെ ഒരു പാർക്കിംഗ് സൗകര്യമായാലോ അല്ലെങ്കിൽ തന്നെ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണെങ്കിലോ, അതുപോലെ സൗന്ദര്യം ആസ്വദിക്കുക. അപ്പോൾ ഈവനിങ്ങിൽ അസ്തമയം കാണുന്നതിന് വിവിധ ഭാവങ്ങൾ നമുക്ക് ഈ കായലിൽ കാണാൻ.
കളർ മാത്രമല്ല, വിവിധ റേഞ്ചിൽ നമുക്ക് ചിത്രം വരച്ച പോലെ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പം എൻ്റെ ജീവിതത്തിൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇതുപോലെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചോ ജീവിക്കൂ. കുഞ്ഞു കുട്ടികൾക്കുള്ള ഊഞ്ഞാലാണ് ഈ മുതുക്കി കയറിയിരുന്ന് ആടിക്കൊണ്ടിരിക്കണ വയ്ക്കാനല്ലേ. പ്രായം 2 അക്കങ്ങൾ മാത്രമല്ലേ. അപ്പോൾ എല്ലാവരും വാശിയും വൈരാഗ്യവും വെറുപ്പും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്ക്. ജീവിതം ഒന്നേ ഉള്ളൂ. ഏത് നിമിഷവും അസ്തമിച്ച് പോകാവുന്ന ഒരു കുഞ്ഞു ജീവിതമല്ലേ നമുക്കുള്ളത്. അവിടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരുടെ ചിലവിലല്ലല്ലോ കഴിയണത്. അതുകൊണ്ട് എല്ലാവരും ജോലി കണ്ടെത്തുക, സ്വന്തം വരുമാനത്തിലൂടെ ജീവിക്കുക. അങ്ങനെ അവിടുത്തെ ജീവനക്കാരോടും ഈ കുഞ്ഞു മക്കളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. വക്കീലേ, ഈ മസിൽ പിടിച്ചുള്ള ജീവിതം കളഞ്ഞിട്ട് ഒന്ന് അയഞ്ഞു നോക്ക്, ജീവിതം ഹാപ്പി ആവൂടോ. വക്കീലേ, നിൻ്റെ ഈ കൊമ്പത്തെ ബന്ധുക്കളെ നിൻ്റെ ഭാര്യയുടെ അടുത്ത് ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യണമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോഴൊക്കെ അമ്പിളിമാമനെ പിടിച്ച് കയ്യിൽ കൊണ്ടുവന്ന് നേരിട്ട് തന്നാലും മിന്നാമിനുങ്ങാണെന്ന് പറയുന്ന നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയുള്ളതാണ് ഞാൻ. എങ്കിലും ഒന്നുകൂടി ആശംസിക്കട്ടെ. ഹാപ്പി ഡിവോഴ്സ് ആനിവേഴ്സറി ഡിയർ.